ഞാൻ ഇന്നലെ നിന്നോട് ചോദിക്കുന്നത് ഉണ്ടായിരുന്നു, രണ്ടാളെ മുഖത്ത് എന്താ ഒരു വിഷമം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിൽ? അതൊന്നുമില്ല കേട്ടോ, അത് ഇല്ല, ഒന്നുമില്ല, അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലപ്പോ. നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഒന്നുമില്ലപ്പാ, ഞാനിവിടെ വെറുതെ വന്നിരുന്നു. വീട്ടില് ഭാര്യയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ലപ്പാ, ഒരു പ്രശ്നമില്ലപ്പാ. എന്താണ് ചോദിച്ചാ? അങ്ങനെയൊന്നുമില്ലപ്പാ, എന്ത് പ്രശ്നം? പ്രശ്നമില്ലാന്ന് നീ പറയണ്ട. നിന്റെ ഭാര്യയുടെ മുഖത്ത് നിന്റെ കയ്യിൻ്റെ പാട് ഞാൻ കണ്ടു. നമ്മൾ തമ്മിലുള്ള ചെറിയൊരു എടാ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും പെണ്ണുങ്ങളെ തല്ലുന്നത് കേട്ടാ, അത് ഞാൻ പെട്ടെന്നുള്ള ആ വിഷമത്തിന് ഇങ്ങനെ ചെയ്തു പോയതാപ്പം കേട്ടാ. എടാ, ഭാര്യയും ഭർത്താവല്ലാകുമ്പോൾ വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരസ്പരം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഇത് ചെയ്യും. അവിടെ പ്രശ്നങ്ങളില്ലാതെ വീടേതാകുമ്പോൾ എല്ലാ വീട്ടിലും പല പല പ്രശ്നങ്ങളുണ്ടാവും. അടിയൊരു ശാശ്വതമല്ല. എല്ലാ പ്രശ്നങ്ങളും കാരണം ചെയ്തിട്ട് അതാണ് കുടുംബം എന്ന് പറയുന്നത്. ഇല്ലപ്പോൾ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, സംഭവിച്ചു പോയി. ഇപ്പോൾ നിങ്ങൾക്ക് ഭാര്യയും മക്കളും അടുത്തുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വില തിരിയില്ല. നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഭാര്യയാണ്, അമ്മയാണ്, ഇവരെല്ലാം വില. കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വില തിരിയില്ല. മോനെ കേട്ടാ, അത് മനസ്സിലായിട്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ഇല്ല കേട്ടോ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം അങ്ങനെയൊന്നും ഇല്ലാതെ നോക്കിക്കോളാം. പറ്റിപ്പോയി. ഇനിയെങ്കിലും നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് നോക്കും. അടി അത് നമ്മൾ ആവശ്യത്തിന് നമ്മൾ ചെയ്ത് പോകുന്നതാണ്. പിന്നൊരു കാലത്ത് ഇതെല്ലാം ഓർത്തിട്ട് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് നല്ല സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇനിയെങ്കിലും നിങ്ങൾ ശ്രമിക്കണം. ഇതെല്ലാം തുടക്കത്തിലെ പറഞ്ഞ് നേരെയാക്കേണ്ട കാര്യങ്ങളായിരുന്നു. എനിക്ക് നിങ്ങളും എൻ്റെ കുടുംബം എല്ലാവരും എനിക്ക് എൻ്റെ കൂടെ വേണം. അത് വിചാരിച്ചതായിരുന്നു ഞാൻ ആദ്യമൊന്നും. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും ഒരു പ്രശ്നമില്ലാണ്ട് സുഖമായിട്ട് ജീവിക്കാം. Hey,